നമസ്കാരം. പത്രത്തിൽ വന്ന തൻ്റെ ചരമവാർത്ത കണ്ടിട്ട് ഞാൻ മൃതനായിട്ടില്ല, മൃതപ്രായനായി കിടക്കുന്നതേയുള്ളൂ എന്ന് പരേതൻ തന്നെ പത്രാധിപർക്ക് കത്തയച്ചാലോ? വാർത്ത വന്ന പത്രത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ കത്തയച്ചത് കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഒരു പത്രാധിപർ തന്നെയാണെങ്കിലോ? അക്കഥ ഇങ്ങനെയാണ്. സാഹിത്യകാരനും സാഹിത്യ വിമർശകനും എല്ലാറ്റിലുമുപരി നിർഭയനുമായിരുന്നു കേസരി പത്രത്തിൻ്റെ പത്രാധിപർ എ ബാലകൃഷ്ണപിള്ള. അഴിമതിക്കാരും ബന്ധു നിയമനക്കാരുമൊക്കെ കേസരി ബാലകൃഷ്ണപിള്ളയുടെ തൂലികയ്ക്ക് ഇരകളായി. ഒടുവിൽ സഹികെട്ട് 1942 പത്രത്തിൻ്റെ ലൈസൻസ് തന്നെ സർക്കാർ റദ്ദാക്കി. അങ്ങനെയുള്ള ഒരു പത്രാധിപരുടെ ചരമവാർത്ത ഗംഭീരമായി കൊടുക്കേണ്ടതാണല്ലോ. ഏറെ നാൾ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ചരമം മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ എല്ലാ പത്രങ്ങളും തയ്യാറെടുത്തിരുന്നു. ചിത്രങ്ങളും വാർത്തകളും ഒക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചു. ഒരു ദിവസം പൗരധ്വനി പത്രത്തിൻ്റെ ഓഫീസിൽ ആരോ കേസരിയുടെ ചരമവാർത്ത എത്തിച്ചു. ഏതു സമയത്തും ഇങ്ങനെ ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നതിനാൽ ഒരു ശങ്കയുമില്ലാതെ ഒന്നാം പേജിൽ തന്നെ പൗരധ്വനി വാർത്ത പ്രസിദ്ധീകരിച്ചു. പത്രപ്രവർത്തക ഭാഷയിൽ പറഞ്ഞാൽ കേസരി ബാലകൃഷ്ണപിള്ളയുടെ ചരമം പൗരധ്വനി ആഘോഷമാക്കി. എന്നാൽ മരിച്ച കേസരിക്കും അത് വായിച്ചാസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നതാണ് രസകരമായ കാര്യം. പത്രം വായിച്ച ഉടനെ കേസരി ബാലകൃഷ്ണപിള്ള പൗരധ്വനി പത്രാധിപർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: താങ്കളുടെ പത്രത്തിൽ വന്ന എൻ്റെ ജീവചരിത്രക്കുറിപ്പിനോടൊപ്പം പ്രസിദ്ധീകരിച്ച മരണവാർത്തയും മുഖപ്രസംഗവും കണ്ടു. പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ആ വാർത്തയിൽ അല്പം അതിശയോക്തി കലർന്നിട്ടുണ്ട്. ഞാൻ മൃതനായിട്ടില്ല, മൃതപ്രായനായി കിടക്കുന്നതേ ഉള്ളൂ. സ്നേഹപൂർവ്വം കേസരി ബാലകൃഷ്ണപിള്ള. 1939 കോട്ടയത്ത് നിന്ന് കരുവേലിത്തറ KM ചാക്കോയാണ് പൗരധ്വനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. 1955 വരെ ദിനപത്രമായി തന്നെ പൗരധ്വനി തുടർന്നു. പിന്നീട് പൗരധ്വനി അകാല ചരമമടഞ്ഞെങ്കിലും പിന്നെയും 5 വർഷം കഴിഞ്ഞ് 1960 ഡിസംബർ 18 കേസരി മരിക്കുന്നത്. കേസരിയുടെ മരണത്തിൻ്റെ വാർത്തയ്ക്ക് അതിലും വലിയ ട്വിസ്റ്റ് ഉണ്ടായത് പിറ്റേന്നാണ്. പൗരധ്വനിയിൽ തിരുത്തു വരുമ്പോഴേക്കും അന്ന് തിരുവിതാംകൂറിലൊന്നും റിപ്പോർട്ടർമാരില്ലാതിരുന്ന ഒരു കോഴിക്കോടൻ പത്രം പൗരധ്വനിയിൽ നിന്ന് കേസരിയുടെ ചരമവാർത്ത പകർത്തി അച്ചടിച്ചു കഴിഞ്ഞിരുന്നു. അടുത്ത കഥ ജനാബിൻ്റെ ജായും സഖാവിൻ്റെ സായും ആവശ്യമുണ്ട്. കാത്തിരിക്കുക.